ഇതെന്താ മായ കന്നാസില് പെട്രോൾ ആണോ? എന്റെ ചേട്ടാ, പെട്രോൾ പമ്പിന്ന് പെട്രോൾ അല്ലാതെ പിന്നെ പാം ഓയിൽ കിട്ടുമോ? അല്ല, മായക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. എന്റെ രവിയേട്ടാ, രാവിലെ തൊട്ട് ഉച്ച വരെ ഒന്ന് ക്യൂ നിന്നിട്ട് ആ സപ്ലൈക്ക് ഒന്ന് കുറച്ച് സാധനം കിട്ടിയത്. അവിടെ നിന്ന് ഇറങ്ങി ദേ ഇവിടുത്തെ ടോയ്ലറ്റിലൊന്ന് കയറി. അതിന്റെ ഭാഗമാ ഈ പെട്രോൾ. എന്ന് വെച്ചാ മനസ്സിലായില്ലേ? കഴിഞ്ഞിടെ ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയില്ലായിരുന്നോ, പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെല്ലുന്നവർക്ക് മാത്രമേ അവിടുത്തെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. ഓ, അതറിഞ്ഞായിരുന്നു. ആ, എനിക്ക് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ ഒന്ന് പോണമായിരുന്നു. ഞാൻ നോക്കിട്ട് ഇതേ മാർഗം കണ്ടുള്ളൂ. അല്ലോട്ട് പെട്രോൾ അങ്ങ് വാങ്ങി. അപ്പൊ നമ്മളും കസ്റ്റമർ ആയല്ലോ. അത് കൊള്ളാം കേട്ടോ, അതൊരു ഉഗ്രൻ ഐഡിയ ആയി പോയി. എന്റെ രവിയേട്ടാ, ഈ ദൂരയാത്ര ചെയ്യുന്നവർക്കും അതുപോലെ ഈ ടൗണിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്കും ഒക്കെ എന്ത് ആശ്വാസമായിരുന്നു ഈ ഒരു സംവിധാനം, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള സ്ത്രീകൾക്ക്. അതെ അതെ, ഈ പെട്രോൾ പമ്പുകാർ ഒന്ന് ഓർക്കണമായിരുന്നു. ഒരു പമ്പ് അല്ലെങ്കിൽ മറ്റൊരു പമ്പിലെ ഉപഭോക്താക്കളാണല്ലോ പൊതുജനങ്ങളിൽ ഏറെയും. എന്നാലും ഈ കോടതി എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത്? ആ സ്വച്ഛ് ഭാരത് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതു ശുചിമുറിയാക്കിയത്. അന്നൊന്നും മിണ്ടാത്ത പമ്പുകാരാണ് ഇപ്പൊ കോടതി ചെന്നത്. കോടതി പറഞ്ഞതോ, ഈ സംവിധാനം സുരക്ഷാ ഭീഷണിയും വിനാശകരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ്. പൊതുജനങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിച്ചാലോ? ആ, അതുകൊണ്ട് അങ്ങോട്ടങ്ങ് അനുസരിക്കുക, അല്ലെങ്കിൽ ഇതുപോലൊക്കെ അങ്ങ് ചെയ്യുക.